സ്പോർട്സും രാഷ്ട്രീയവും അതിർവരമ്പുകൾ ലംഘിക്കുമ്പോൾ ഫോക്ലാൻഡ് ബാനർ വിവാദത്തിൽ അർജന്റീനയ്ക്ക് പണി വരുന്നു. താരങ്ങളുടെ UK വിസ റദ്ദാക്കിയേക്കും. ബ്രിട്ടനിൽ അമർഷം പുകയുന്നു. ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് ആരാധകരെ ഒന്നിച്ചു ചേർക്കുന്ന ഫുട്ബോളിന്റെ ഏറ്റവും വലിയ വേദിയിലാണ് വീണ്ടും രാഷ്ട്രീയം കളിമൈതാനത്തേക്ക് കടന്നു വന്നിരിക്കുന്നത്. 2026 ഫിഫ ലോകകപ്പ് സെമി ഫൈനലിൽ ഇംഗ്ലണ്ടിനെതിരായുള്ള ആവേശകരമായ വിജയത്തിന് പിന്നാലെ അർജന്റീനിയൻ താരങ്ങൾ ഉയർത്തിയ ഒരു ബാനറാണ് ഇപ്പോൾ വലിയ നയതന്ത്ര കായിക തർക്കത്തിലേക്ക് വഴി തുറന്നിരിക്കുന്നത്. മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ ലിസാൻഡ്രോ മാർട്ടിനസ്, ചെൽസിയുടെ എൻസോ ഫെർണാണ്ടസ്, ടോട്ടൻഹാമിന്റെ ക്രിസ്റ്റിയൻ റൊമേറോ എന്നിവരടങ്ങുന്ന സംഘം ലാസ് മാൽവിനാസ് അർജന്റീനയുടേതാണ് എന്ന രാഷ്ട്രീയ അഭിപ്രായമടങ്ങിയ ബാനറുമേന്തി വിജയം ആഘോഷിച്ചതാണ് വിവാദങ്ങൾക്ക് തുടക്കമിട്ടത്. ഫോക്ലാൻഡ് അതായത് മാൽവിനാസ് ദ്വീപുകളുടെ അധികാരത്തെ ചൊല്ലി UKയും അർജന്റീനയും തമ്മിൽ നിലനിൽക്കുന്ന പതിറ്റാണ്ടുകൾ പഴക്കമുള്ള നയതന്ത്ര തർക്കത്തിന്റെ തുടർച്ചയായാണ് ഈ സംഭവം. UKയിൽ വലിയ പ്രകോപനമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ പ്രമുഖ ക്ലബ്ബുകൾക്കായി കളിക്കുന്ന അർജന്റീനിയൻ താരങ്ങളുടെ UK വർക്ക് വിസ പുനഃപരിശോധിക്കണമെന്നും റദ്ദാക്കണമെന്നും UKയിലെ ചില രാഷ്ട്രീയ നേതാക്കളും കായിക പ്രേമികളും ആവശ്യപ്പെട്ടു തുടങ്ങി. തങ്ങൾ ജോലി ചെയ്യുകയും ലണ്ടൻ ഉൾപ്പെടെയുള്ള നഗരങ്ങളിൽ ജീവിക്കുകയും ചെയ്യുന്ന രാജ്യത്തിന്റെ പരമാധികാരത്തെ പരസ്യമായി ചോദ്യം ചെയ്തു എന്നതാണ് ഈ താരങ്ങൾക്കെതിരെ ഉയരുന്ന പ്രധാന വിമർശനം. ബ്രിട്ടീഷ് സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഇതുവരെ ഔദ്യോഗികമായി വിസ റദ്ദാക്കൽ പ്രഖ്യാപനം ഉണ്ടായിട്ടില്ലെങ്കിലും UK കായിക മാധ്യമങ്ങളും ആരാധകരും താരങ്ങളുടെ ഈ നീക്കത്തെ രൂക്ഷമായ ഭാഷയിലാണ് വിമർശിക്കുന്നത്. കായിക വേദികളിൽ രാഷ്ട്രീയ മതപരമായ അജണ്ടകളോ സന്ദേശങ്ങളോ പ്രദർശിപ്പിക്കുന്നത് ഫിഫ കർശനമായി വിലക്കിയിട്ടുണ്ട്. ഫിഫ സ്റ്റേഡിയം കോഡ് ഓഫ് കണ്ടക്ട് അനുസരിച്ച് ഏതെങ്കിലും രാജ്യത്തിനെതിരെയോ രാഷ്ട്രീയപരമായ നിലപാടുകൾക്കോ വേണ്ടി മൈതാനത്ത് ബാനറുകളോ മുദ്രാവാക്യങ്ങളോ ഉപയോഗിക്കാൻ പാടില്ല. 1982 ഫോക്ലാൻഡ് യുദ്ധത്തിനു ശേഷവും ഇരു രാജ്യങ്ങൾ തമ്മിൽ രാഷ്ട്രീയമായ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ടെങ്കിലും ഒരു ലോകകപ്പ് സെമി ഫൈനൽ പോരാട്ടത്തിന് ശേഷം കായിക താരങ്ങൾ തന്നെ ഇത്തരം നീക്കങ്ങൾക്ക് മുൻകൈയെടുത്തത് കായിക മര്യാദകളുടെ ലംഘനമാണ്. മുൻപും അതായത് 2014 സമാനമായ ബാനർ ഉയർത്തിയതിന് അർജന്റീന ഫുട്ബോൾ അസോസിയേഷന് ഫിഫ പിഴ ചുമത്തിയിരുന്നു. അർജന്റീനിയൻ താരങ്ങളുടെ ഈ പ്രവൃത്തി തികച്ചും അനാവശ്യവും കായിക രംഗത്തിന്റെ യഥാർത്ഥ ആത്മാവിന് നിരക്കാത്തതുമാണ്. സ്പോർട്സ്മാൻഷിപ്പിന്റെ അഭാവം. ഫുട്ബോൾ എന്നത് രാജ്യത്തിന്റെയും സംസ്കാരങ്ങളുടെയും കൂട്ടിയിണക്കുന്ന ഒരു പാലമാണ്. ചരിത്രപരമായ രാഷ്ട്രീയ കുടിപ്പകകൾ തീർക്കാനുള്ള വേദിയായി കളിമൈതാനത്തെ മാറ്റുന്നത് കളിയുടെ മൂല്യത്തെ ഇല്ലാതാക്കുന്നു. പ്രൊഫഷണലിസത്തിന്റെ കുറവ്. എൻസോ ഫെർണാണ്ടസ്, ലിസാൻഡ്രോ മാർട്ടിനസ് തുടങ്ങിയ താരങ്ങൾ UKയിലെ ക്ലബ്ബുകളിൽ നിന്നും വലിയ പ്രതിഫലം വാങ്ങുന്ന പ്രൊഫഷണലുകളാണ്. തങ്ങൾ പ്രതിനിധീകരിക്കുന്ന ആരാധകരെയും തങ്ങൾക്ക് അഭയം നൽകിയ രാജ്യത്തെയും പരസ്യമായി അധിക്ഷേപിക്കുന്നത് പ്രൊഫഷണലിസത്തിന് ചേർന്നതല്ല. യുവതലമുറയ്ക്ക് നൽകുന്ന തെറ്റായ സന്ദേശം. ദശലക്ഷക്കണക്കിന് കുട്ടികളും ആരാധകരും മാതൃകയാക്കുന്ന അന്താരാഷ്ട്ര താരങ്ങൾ കായിക മത്സരങ്ങൾക്കിടയിൽ രാഷ്ട്രീയം കലർത്തുന്നത് തെറ്റായ പ്രവണതയ്ക്ക് കാരണമാകും. ചുരുക്കത്തിൽ ഇംഗ്ലണ്ടിനെതിരെയുള്ള മഹത്തായ ഫുട്ബോൾ വിജയത്തിന്റെ തിളക്കം ഇല്ലാതാക്കാൻ മാത്രമാണ് അർജന്റീനിയൻ താരങ്ങളുടെ ഈ വൈകാരികവും അവിവേകവുമായ പ്രവൃത്തി ഉപകരിച്ചത്. ഫിഫ ഈ വിഷയത്തിൽ കൃത്യമായ അച്ചടക്ക നടപടികൾ സ്വീകരിക്കുമെന്നും തന്നെയാണ് പുറത്തുവരുന്ന വിവരം.